ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസിങ് BJT ആണ്. സർക്യൂട്ട് ഡയഗ്രം ശ്രദ്ധിക്കുക. നമുക്ക് 2 ഇൻപുട്ടുകളാണ്, V1 ഉണ്ട്, V2 ഉണ്ട്. അതുപോലെ തന്നെ 2 കളക്ടർ റെസിസ്റ്റൻസ് ഉണ്ട്, R1, R2 കണക്റ്റഡ് ടു VCC. പക്ഷെ കോമൺ ആയിട്ടുള്ള ഒരു എമിറ്റർ റെസിസ്റ്റൻസ് ആദ്യം മാത്രമാണ് ഉള്ളത്. ഔട്ട്പുട്ട് നമുക്ക് കളക്ടറിൽ നിന്ന് 2 കളക്ടർ നിന്നും നമുക്ക് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. ഇതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസിങ് BJTയിൽ നിങ്ങൾ വരയ്ക്കുന്ന ഫിഗർ. അടുത്തത് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ്. മെയിൻലി 7 അല്ലെങ്കിൽ 8 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ വോൾട്ടേജ് ഗെയിൻ, ഏത് ആംപ്ലിഫയറിന്റെയും നമ്മൾ പറയുമ്പോൾ ആംപ്ലിഫയർ ഗെയിൻ തരും. പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു സിഗ്നലിനെ അത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അത് എത്രമാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളതാണ് ഗെയിൻ. ഇൻഫിനിറ്റ് വോൾട്ടേജ് ഗെയിൻ തരും ഐഡിയൽ കേസിൽ. അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും, ഇൻഫിനിറ്റ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ഇൻഫിനിറ്റ് സ്ലൂ റേറ്റ്. അപ്പം ഇൻഫിനിറ്റി കൂട്ടി ഉള്ളത് ആദ്യമേ നമ്മൾ പഠിച്ചു വെക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സീറോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും സീറോ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് ഇൻപുട്ട് വോൾട്ടേജ് സീറോ, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ സീറോ ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇത്ര എണ്ണമാണ് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിച്ചു വെക്കേണ്ടത്. അടുത്തത് പിൻ ഡയഗ്രമാണ്. 8 പിന്നുകളാണുള്ളത്. അതിൽ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് 2, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് 3, ഔട്ട്പുട്ട് 6ൽ നിന്ന് എടുക്കും. 1ഉം 5ഉം ഓഫ്സെറ്റ് നള്ളുകളാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫ്സെറ്റ് വോൾട്ടേജ് കൊടുത്ത് ഔട്ട്പുട്ട് 0 ആക്കാൻ വേണ്ടി, ഇൻപുട്ട് ഒന്ന് കൊടുക്കാത്തപ്പോഴും ഔട്ട്പുട്ട് 0 വരണം ഐഡിയൽ കേസിൽ. അത് വരാത്ത കേസിൽ അതിനെ 0 ആക്കാൻ വേണ്ടി നമ്മൾ അഡീഷണൽ വോൾട്ടേജ് കൊടുക്കുന്നതാണ് ഓഫ്സെറ്റ് നൾ 1ഉം 5ലും. പിന്നെ VCC +15ഉം -15ഉം ആണ് കൊടുക്കേണ്ടത്. 4ലും 7ലുമായിട്ടാണ് കൊടുക്കുന്നത്. 8 നോട്ട് കണക്റ്റഡ് ആണ്. സിമ്പിള് വളരെ സിമ്പിൾ ആണ്. ഒരു ട്രയാങ്കുലർ സിമ്പിൾ വിത്ത് 2 ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്. പാക്കേജസ് മെയിൻലി 3 ടൈപ്പ് ആണ്. നമ്മൾ സാധാരണ ലാബിൽ ഉപയോഗിക്കുന്നത് ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഡുവൽ ഇൻലൈൻ പാക്കേജ്, 2 സൈഡിൽ കൂടെ ഉള്ളത്. അതല്ലാതെ നമുക്ക് ഈവൻ സർക്കുലർ ഷേപ്പിലുള്ളതുണ്ട്, പിന്നെ അതിന്റെ അറേഞ്ച്മെന്റിന്റെ വ്യത്യാസത്തിലുള്ളതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പാക്കേജുകളുണ്ട്. ഫ്ലാറ്റ് പാക്കേജ്, മെറ്റൽ ക്യാൻ പാക്കേജ്. ഈ പാക്കേജുകളുടെ പേര് മാത്രം പഠിച്ചു വെക്കുക. ബ്ലോക്ക് ഡയഗ്രം. മെയിൻലി ഓപ്പാമ്പ് എന്ന് പറയുന്നത് ഓപ്പാമ്പിന്റെ ഇൻസൈഡിൽ എന്ത് സർക്യൂട്ടുകളാണ് ഉള്ളത്. ഇതൊരു IC എന്ന് പറഞ്ഞത്. IC എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ സർക്യൂട്ടുകൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് IC എന്ന് പറഞ്ഞത്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇതിൽ മെയിൻലി നമുക്ക് 2 ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഇൻപുട്ട് സ്റ്റേജ് വരുന്നത്. അതിൽ ഡ്യുവൽ ഇൻപുട്ട്, ബാലൻസ്ഡ് ഔട്ട്പുട്ട്, 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ഉള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ആദ്യമേ നമ്മൾ പഠിച്ച സർക്യൂട്ട്. അത് കഴിഞ്ഞ് ഡ്യുവൽ ഇൻപുട്ട് 1 ഔട്ട്പുട്ട് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. പിന്നെ ഒരു എമിറ്റർ ഫോളോവർ. 4മത്തത് കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ പവർ ആംപ്ലിഫയർ. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെ പർപ്പസ് 1 ലൈനിൽ എഴുതി വെക്കുക. ഇൻപുട്ട് സ്റ്റേജുകൾ ഏതൊക്കെയാണ്, എന്താണ് അത് ചെയ്യുന്നത്, വോൾട്ടേജ് ഗെയിൻ പ്രൊവൈഡ് ചെയ്യും. ഇന്റർമീഡിയറ്റ് സ്റ്റേജും ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറാണ്, അതും വോൾട്ടേജ് ഗെയിൻ തരും. ഡബിൾ ഷിഫ്റ്റിംഗ് സ്റ്റേജ് DC ക്യാൻസൽ ചെയ്യും, DC വോൾട്ടേജ് അഡീഷണൽ കയറി വരുന്നത് ക്യാൻസൽ ചെയ്യും. ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൊടുക്കും, പിന്നെ കമ്പാറ്റിബിലിറ്റി ഉറപ്പുവരുത്തും. പുഷ് പുൾ ആംപ്ലിഫയർ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഒത്തിരിയേറെ മെൻഷൻ ചെയ്യത്തില്ലാത്തൊരു ടോപ്പിക്കാണ്, പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. 2 തരത്തിലുള്ള പാരാമീറ്ററുകളാണ് ഓപ്പാമ്പിനുള്ളത്, DCയും AC പാരാമീറ്റർ. DC 4 എണ്ണം ഉണ്ട്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഇൻപുട്ട് ഒന്ന് കൊടുക്കാത്തപ്പം ഔട്ട്പുട്ടിൽ 0 ആണ് വരേണ്ടത്, പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, അങ്ങനെ ഔട്ട്പുട്ടിൽ 0 അല്ലാത്ത ഒരു വോൾട്ടേജ് വന്നാൽ അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ടേജ് കൊടുക്കും. അതാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് 2 ഇൻപുട്ടുകളാണ്, അവ തമ്മിലുള്ള കറന്റുകളുടെ വ്യത്യാസമാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്. ഇൻപുട്ട് ബയാസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ്, 2 കറണ്ടിന്റെ ആവറേജ്. ഈ 2 കറണ്ട് എവിടെ വന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല. 2 ഇൻപുട്ടുകളാണുള്ളത്, ഇൻവേർട്ടിംഗും നോൺ ഇൻവേർട്ടിംഗും. ഇൻവേർട്ടിംഗിലെ കറണ്ടും നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലെ കറണ്ടിന്റെ ആവറേജ് എടുത്താൽ ബയാസ് കറണ്ട് കിട്ടും. ഈ തെർമൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം മാറും. ഈ ആദ്യത്തെ 3 പാരാമീറ്ററുകൾക്ക് വേരിയേഷൻ വരും. അതാണ് തെർമൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. AC പാരാമീറ്റർ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ടിലും കോമൺ ആയിട്ട് വരുന്ന സിഗ്നൽ നോയ്സ് ആണ്, അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ എത്രമാത്രം ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളതാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ പറയുന്നത്. അപ്പോൾ അതിന്റെ റേഷ്യോ എന്തിന്റെയോ റേഷ്യോ ആണ്. എന്തിന്റെയാണ് റേഷ്യോ? ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിനും കോമൺ മോഡ് വോൾട്ടേജ് ഗെയിന്റെയും റേഷ്യോ ആണ് AD/AC. ഫ്രീക്വൻസി റെസ്പോൺസ് പറയുന്നത് ഇത്രേ ഉള്ളൂ.
നമുക്ക് ഏത് ഫ്രീക്വൻസിയിലും ഇതിനെ നമ്മളൊരു ഗെയിൻ ഡിഫൈൻ ചെയ്തേക്കുവാണ്. 10 ഗെയിൻ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് 1 വോൾട്ടേജ് കൊടുത്താൽ ഔട്ട്പുട്ട് 10 വോൾട്ടേജ് കിട്ടണം. അത് എല്ലാ ഫ്രീക്വൻസിയിലും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കഴിയുമ്പോൾ ഗെയിൻ കുറയും. എന്ന് പറഞ്ഞാൽ ഈവൻ ദോ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന 10 ഗെയിൻ കിട്ടാനാണെങ്കിലും കുറച്ച് ഹൈ ഫ്രീക്വൻസിയിലാണ് സിഗ്നൽ കൊടുക്കുന്നതെങ്കിൽ അത്രയും കിട്ടത്തില്ല. അപ്പൊ ഐഡിയലി ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന F1 എന്ന് പറയുന്ന മാർക്ക് വരെയാണ്. അതുവരെയും അത് ഏകദേശം സ്ട്രെയിറ്റ് ലൈനിൽ നിൽക്കുന്നുണ്ട്. അതിന് 10 ഗെയിൻ എന്ന് പറഞ്ഞാൽ 10 ഗെയിൻ തന്നെ ആയിരിക്കും, ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ബാൻഡ് വിഡ്ത്തും എന്ന് പറയുന്നത്. 0 മുതൽ F1 ഫ്രീക്വൻസി വരെ അത് 10 ഗെയിൻ തരും. അത് കഴിഞ്ഞുള്ള ഹൈ ഫ്രീക്വൻസി കുറയും. അതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് എത്രമാത്രം സ്പീഡിലാണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോൾ ഔട്ട്പുട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇൻപുട്ടിൽ ഒരു സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ സ്ക്വയർ കിട്ടണം. അത് അത്ര സ്പീഡിൽ കിട്ടണം. അത് എന്താണ് സ്ക്വയർ വേവ് എന്ന് പറയുന്നത്? 0-ൽ നിന്ന് 1-ലേക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസിഷൻ നടക്കുന്നതാണ്. അപ്പം ഐഡിയലി വിത്തിൻ നോ സെക്കൻഡ്സ് പെട്ടെന്ന് തന്നെയാണ് 0-ൽ നിന്ന് 1-ലേക്ക് പോകുന്നത്. പക്ഷെ ഔട്ട്പുട്ടിൽ ചില സമയത്ത് അത് 0-ൽ നിന്ന് 1-ലേക്ക് എത്താൻ ചെറിയ സമയം എടുക്കും. അപ്പം ചെറിയ സ്ലാൻഡിങ് ലൈനിലായിരിക്കും വരുന്നത്. നേരെ കറക്റ്റ് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കത്തില്ല. അപ്പൊ അതിന്റെ എത്രമാത്രം സ്പീഡിലാണ് വരുന്നത് എന്നുള്ളതാണ് സ്ലൂ റേറ്റ് കാണിക്കുന്നത്. അപ്പൊ അത് അതിന്റെ സെന്റൻസ് നോക്കി എഴുതിയിട്ട് അത് എഴുതുക. ഇതെല്ലാം 1 മാർക്കിനും 3 മാർക്കിനും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇക്കലിന്റെ സർക്യൂട്ട് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ സിമ്പിൾ പഠിച്ചിരുന്നു. സിമ്പിളിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇതിൻ്റെ അകത്ത് ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് കാണിക്കുക, അത് തമ്മിലൊരു ഇൻപുട്ട് റെസിസ്റ്റൻസ് കാണിക്കുക, അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കാണിക്കുക. ഔട്ട്പുട്ട് എന്താണ് തരുന്നത്? ഈ വോൾട്ടേജുകളുടെ ഡിഫറൻസ് V2 മൈനസ് V1. കൂടാതെ അത് ഗെയിനും തരും ഇൻറ്റു എ, എത്രമാത്രം ആംപ്ലിഫിക്കേഷനും കൂടെ നടക്കും. അതാണ് ആ സർക്യൂട്ടിൽ കാണിക്കേണ്ടത്. ഓക്കെ, അതപ്പോൾ അതേ രീതിയിൽ തന്നെ വരച്ച് പഠിച്ച് ഇക്കലിന്റെ സർക്യൂട്ട് വരച്ച് വെക്കുക. സിമ്പിൾ വരയ്ക്കാൻ ചോദിക്കുമ്പോൾ സിമ്പിളും, ഇക്കലിന്റെ സർക്യൂട്ട് വരയ്ക്കാൻ പോകുമ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരയ്ക്കണം. വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബേസിക്കലി ഓപ്പാമ്പ് എന്ന് പറയുന്ന ഒരു കമ്പറേറ്റർ ആണ്. ഏത് വോൾട്ടേജ് ആണ് കൂടുതൽ? ഇൻവേർട്ടിങ്ങിലെ വോൾട്ടേജ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ടിൽ -15ഉം, അതുപോലെ തന്നെ നോൺ ഇൻവേർട്ടിങ്ങിൽ പോസിറ്റീവ് ഇൻപുട്ടിലാണ് വോൾട്ടേജ് കൂടുതലെങ്കിൽ കൊടുക്കുന്ന വോൾട്ടേജ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ടിൽ +15ഉം. അപ്പം അത് ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് പ്ലസ് Vsat മൈനസ് Vsat എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും കമ്പറേറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ വരിക. ഓക്കെ, അപ്പം അതൊരു പടം വരച്ച് കാണിച്ചിട്ടുള്ളതാണ്. അതാണ് വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം പഠിക്കാനുള്ളത്, ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിലെ 3 സർക്യൂട്ടുകളാണ് ഈ പറഞ്ഞ ഓപ്പാമ്പിനുള്ളത്. അതിപ്പം പറഞ്ഞത് തന്നെയാണ്. ഇൻപുട്ടിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? രണ്ടിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഒരു ഇൻപുട്ട് ഇൻവേർട്ടിങ്ങിന്, ഒരു ഇൻപുട്ട് നോൺ ഇൻവേർട്ടിങ്. ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? അതിന്റെ ഡിഫറൻസ് കിട്ടും. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്താണ്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്നത് ഇൻവേർട്ടിങ്ങിൽ മാത്രമേ ഇൻപുട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നു. ഇതേ സംഭവം തന്നെ നമുക്ക് ക്ലോസ്ഡ് ലൂപ്പിലുണ്ട്. ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്ത സർക്യൂട്ടുകൾ വരുന്നുണ്ട്. അത് തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്. ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നിന്ന് വേറെ റെസിസ്റ്റൻസ് ഒന്നും കൊടുത്തിട്ടില്ല, ആകെ ഇൻപുട്ടിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നോൺ ഇൻവേർട്ടിംഗ് എന്ന് പറയുന്ന കേസിൽ പോസിറ്റീവിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, ഔട്ട്പുട്ട് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ എല്ലാം എന്താണ് ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്? പ്ലസ് Vsat മൈനസ് Vsat ആ രീതിയിലായിരിക്കും. ഓക്കെ, വേറെ അഡീഷണൽ ആയിട്ടുള്ള വോൾട്ടേജുകളോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നെങ്കിൽ പ്ലസ് Vsat അല്ലെ മൈനസ് Vsat അല്ലെ 0. ഈ 3 കേസാണ് ഇതിനകത്ത് വരാൻ പറ്റുന്നത്. അപ്പൊ ഇത് പ്രത്യേകം നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഓപ്പൺ ലൂപ്പ് ആണെന്ന് പറയുവാണെങ്കിൽ അതിന്റെ സർക്യൂട്ട് ഇങ്ങനെയാണ്. ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ നിന്ന് റെസിസ്റ്റർ എടുത്ത് കണക്ട് ചെയ്യുന്നതാണ്. അന്നേരം വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതാണ് അടുത്ത് നോക്കിയേ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന് തന്നെ വേറൊരു സർക്യൂട്ട്. ഇത് ക്ലോസ്ഡ് ലൂപ്പിലെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സംഭവം തിയററ്റിക്കലി എല്ലാം ശരിയാണ്. ഇൻപുട്ട് കൊടുക്കുന്നത് നെഗറ്റീവിലാണ്, ഇൻവേർട്ടിങ്ങിലാണ്. കൂടാതെ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തൊരു ഫീഡ്ബാക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? -R2/R1. ഈ R2 എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആണ്, ഇൻറ്റു V. ഇത്രമാത്രം ഗെയിൻ നമുക്ക് കിട്ടും. അപ്പൊ R2 ഒരു 10 ഗെയിം, R1 ഒരു 1 ഗെയിം ആണെങ്കിൽ ഗെയിൻ 10/1, 10 തവണ അതിനെ ആംപ്ലിഫൈ ചെയ്യും. 10 മൾട്ടിപ്ലൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് കൊടുത്താൽ ഔട്ട്പുട്ടിൽ -10 കിട്ടും. ഒന്ന് ഇൻപുട്ടിൽ പോസിറ്റീവ് +1 കൊടുത്ത ഔട്ട്പുട്ടിൽ -10 കിട്ടും. അത് ഇൻവേർട്ടിങ്ങിൽ കൊടുക്കുന്നുണ്ട്. നോൺ ഇൻവേർട്ടിങ്ങിൽ ഇൻപുട്ട് കൊടുക്കുന്ന പ്ലസ്സിലാണ്, ഫീഡ്ബാക്ക് കാര്യങ്ങളെല്ലാം അതേപടി നിൽക്കും. അപ്പൊ ഇക്വേഷൻ 1 + R2/R1 ആണ്. അപ്പൊ ഇവിടെയാണ് 1 വോൾട്ടേജ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ഔട്ട്പുട്ടിൽ R2 പ്രൊവൈഡഡ് R2 എന്ന് പറയുന്നത് 10 ഗെയിം, R1 എന്ന് പറയുന്നത് 1 ഗെയിം ആണെങ്കിൽ 11 തവണ അത് മൾട്ടിപ്ലൈ ചെയ്യും. 1 + 10, 11 തവണ അത് മൾട്ടിപ്ലൈ ചെയ്യും.
വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, ഇൻപുട്ടിൽ കൊടുക്കുന്നത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. ബേസിക്കലി സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഓപ്പാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻപുട്ട് മാത്രമല്ല കൊടുക്കുന്നത്, മൾട്ടിപ്പിൾ ഇൻപുട്ട് നെഗറ്റീവിലേക്ക് പോസിറ്റീവിലേക്ക് കൊടുക്കാം. നെഗറ്റീവിലേക്ക് മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം -2 വോൾട്ടേജ് -3 അല്ല 2 വോൾട്ടേജും 3 വോൾട്ടേജും മൈനസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ 2 + 5 -5 കിട്ടും. ആംപ്ലിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ 10 തവണ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ -5 × 10 50. അപ്പോൾ ആ രീതിയിലാണ് സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഡിഫറൻസ് ആംപ്ലിഫയർ എന്ന് പറയുമ്പം ഒരു ഇൻപുട്ട് പോസിറ്റീവിലും ഒരു ഇൻപുട്ട് നെഗറ്റീവിലും കൊടുക്കുന്നുണ്ട്. അപ്പം പോസിറ്റീവിൽ സാധാരണ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുമ്പോൾ അഡീഷണൽ റെസിസ്റ്ററും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പം അതും കൂടെ ശ്രദ്ധിക്കുക. ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞതിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് നിങ്ങൾ നോക്കി, അതൊരു ഡിഫറൻസ് ആംപ്ലിഫയർ ആണ്. തൊട്ട് മുമ്പ് പഠിച്ച ഇതേ ഡിഫറൻസ് ആംപ്ലിഫയർ തന്നെയാണ്. അതായത് ഒരു ഇൻപുട്ട് പോസിറ്റീവിലും ഒരു ഇൻപുട്ട് നെഗറ്റീവിലും കൊടുക്കുന്നു. ഇനി ആദ്യത്തെ 2 സർക്യൂട്ട്, ഇൻപുട്ട് സ്റ്റേജിലെ 2 സർക്യൂട്ട് ഉണ്ട്. രണ്ടും ഏകദേശം ഒരേ സർക്യൂട്ടാണ്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഇൻപുട്ട് കൊടുക്കുന്നത് പ്ലസ്സിലാണ്. രണ്ടിന്റെ ഇൻപുട്ട് കൊടുക്കുന്ന പ്ലസ്സിലാണ്. പടം വരയ്ക്കുമ്പോൾ ഒന്ന് പ്ലസ് മുകളിലും ഒന്ന് പ്ലസ് താഴെ എന്നൊക്കെ പടം വരച്ചിട്ടുണ്ട്. അതെങ്ങനെയുള്ളത് നിങ്ങൾക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ വളരെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നത്, ആദ്യമേ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ മോഡി വരയ്ക്കുക, താഴെ വേറൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വരയ്ക്കുക. അതിന്റെ രണ്ടിന്റെയും ഔട്ട്പുട്ട് എടുത്തുകൊണ്ട് ഈ പറഞ്ഞ ഡിഫറൻസ് ആംപ്ലിഫയറിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ആയി. എന്താണ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്? അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിഫറൻസ് ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. വളരെ ചെറിയ വോൾട്ടേജുകളായിരിക്കും ഇൻസ്ട്രുമെന്റിലുള്ളത്. അതിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ഓരോ ഇൻപുട്ട് വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഡിഫറൻസ് ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ. ഈ പടം അതേപടി വരയ്ക്കണമെന്നില്ല. നിങ്ങൾ ആദ്യമേ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഒരു പടം വരയ്ക്കുക, താഴെ വേറൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വരയ്ക്കുക. ഒന്നിന്റെ ഔട്ട്പുട്ട് എടുത്ത് നെഗറ്റീവിലേക്ക് കൊടുക്കുക, ഒന്നിന്റെ ഔട്ട്പുട്ട് എടുത്ത് പോസിറ്റീവിലേക്ക് കൊടുക്കുക. ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഡിഫറൻസ് ആംപ്ലിഫയറിന്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കൊടുക്കുക. വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ എന്ന് പറയുന്നത് ഇൻപുട്ടിൽ വോൾട്ടേജ് ആയിരിക്കും, ഔട്ട്പുട്ടിൽ കറണ്ട്, ഔട്ട്പുട്ടിൽ IL. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി. പടം ശരിക്കും ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ പടം തന്നെ വരയ്ക്കുക. അതിൽ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RF എന്ന് പറയുന്നതിന് പകരം RL മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ എഴുതാം. IL എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇനി കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ കറണ്ട് ആണ്, ഔട്ട്പുട്ടിൽ വോൾട്ടേജ്. അപ്പോൾ V ഔട്ട്പുട്ട് -RF × I. ആ രീതിയിൽ ഇക്വേഷൻ എഴുതുക. ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത് ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ തന്നെയാണ്. പക്ഷെ ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത് റെസിസ്റ്റൻസിന് പകരം കപ്പാസിറ്റർ ആണ്. ഇനി ഇക്വേഷൻ എന്ത് വരും? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. കൂടെ ഒരു അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ കമ്പോണന്റ് ഉണ്ട്, -1/RC. ഓക്കെ, ഒരു ഇന്റഗ്രേറ്ററിലേക്ക് സ്ക്വയർ പൾസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് കിട്ടുക? ട്രയാങ്കുലർ വേവ്. അതാണ് ഇവിടെ ഔട്ട്പുട്ട് വേവ് ഫോം വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കുലർ വേവ് ഫോം ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റർ വരച്ചു വെച്ചാൽ മതി. ഓക്കെ, ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. പക്ഷെ അതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസിന് പകരം കപ്പാസിറ്റർ. നേരെ തിരിച്ച് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷൻ ഓഫ് ഇൻപുട്ട് d/dt ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു -RC. മൈനസ് വരാൻ കാരണം നെഗറ്റീവിലേക്ക് കൊടുക്കുന്നതാണ്. ഇവിടെ ഒരു സ്ക്വയർ വേവ് കൊടുക്കുവാണെങ്കിൽ, പക്ഷേ സ്ക്വയർ വേവ് കൊടുക്കുവാണെങ്കിൽ എന്താ ഉണ്ടാകുന്നത്? ഇമ്പൾസസ്, സ്പൈക്സ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇനി ഒരു പ്രിസിഷൻ റെക്ടിഫയർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഒരു വോൾട്ടേജ് ഫോളോവർ ആണ്. പക്ഷെ ഔട്ട്പുട്ടിൽ നമ്മൾ ഒരു ഡയോഡ് കണക്ട് ചെയ്തേക്കുന്നത്. എന്തിനാ ഡയോഡ് കണക്ട് ചെയ്തേക്കുന്നത്? നമുക്ക് പോസിറ്റീവ് സൈക്കിളുകൾ മാത്രം മതി, നെഗറ്റീവിനെ കട്ട് ചെയ്ത് കളയണം. അപ്പം പ്രിസിഷൻ റെക്ടിഫയർ എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ഫോളോവർ ആണ്. ഓക്കെ, വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് തന്നെയാണ്. ലോഗ് ആൻഡ് ആന്റി ലോഗ് ആംപ്ലിഫയർ. ലോഗ് ആംപ്ലിഫയർ ഏതാണ്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. പക്ഷേ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസിന് പകരം നമ്മളൊരു ഡയോഡ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഔട്ട്പുട്ട്? ലോഗ് ഓഫ് ഇൻപുട്ട്, പ്രൊപ്പോർഷൻ ടു ലോഗ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ആന്റി ലോഗരിതം എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അപ്പൊ ഈ ഇൻപുട്ട് റെസിസ്റ്റൻസ് പകരം അവിടെ ഒരു ഡയോഡ് കൊടുത്തിരിക്കുന്നു. Vout എക്സ്പോണൻഷ്യൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇനി RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ സർക്യൂട്ട് ശ്രദ്ധിക്കുക. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ തന്നെയാണ്. ഓസിലേറ്ററുകൾക്ക് ഇൻപുട്ടുകളില്ല,
അപ്പോൾ ഇതിൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ നമ്മൾ വരച്ചതിന് ശേഷം ഇൻപുട്ട് എവിടെ നിന്ന് വരും? ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന് എടുത്താണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഔട്ട്പുട്ടിൽ നിന്ന് താഴത്തെ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്ത മറ്റേത് ഫീഡ്ബാക്ക് ആണ്. ഇത് അഡീഷണൽ ആയിട്ടുള്ള വരുന്ന ഫീഡ്ബാക്കുകളാണ്. ഔട്ട്പുട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ പേര് നോക്കുക, RC ഫേസ് ഷിഫ്റ്റ് ഓസില്ല, RC റെസിസ്റ്റർ കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷൻ. കപ്പാസിറ്റർ റെസിസ്റ്റർ അങ്ങനെ 3 കപ്പാസിറ്റർ റെസിസ്റ്ററിന്റെ കോമ്പിനേഷനിൽ നിന്ന് എടുത്തിട്ട് ഇൻപുട്ടിൽ കൊണ്ട് കൊടുക്കുന്നതാണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, ഈ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്താ തരുന്നത്? ഒരു സൈൻ വേവ് തരും. അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 1/2π RC √x. ഓക്കെ. അതുപോലെ തന്നെയാണ് വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററും ഇൻപുട്ടുകളൊന്നുമില്ലാതെ സിഗ്നൽ തരും. അപ്പം അതിന് വീൻ ബ്രിഡ്ജ് നമ്മൾ ആദ്യമേ വരയ്ക്കണം. വീൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റർ കപ്പാസിറ്റർ സീരീസ് ആയിട്ടും പാരലായിട്ടും ആദ്യമേ വരയ്ക്കണം. ഓക്കെ. ബാക്കി 2 ബ്രാഞ്ചസിലും 2 റെസിസ്റ്റൻസ് വരയ്ക്കുക. അങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള സ്ട്രക്ചർ ആദ്യമേ വരയ്ക്കുക. വരച്ചല്ലോ. വരച്ചതിന് ശേഷം മിഡിൽ പോയിന്റിൽ ഇൻവേർട്ടിങ്ങിലേക്ക് കൊടുക്കുക, നേരെ അതിന്റെ ഓപ്പോസിറ്റ് പോയിന്റിൽ നിന്ന് പോസിറ്റീവിലേക്ക് കൊടുക്കുക, താഴത്തേത് ഗ്രൗണ്ട് ചെയ്യുക, ടോപ്പിലുള്ളത് ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 1-2 പ്രാവശ്യം വരച്ച് കഴിയുമ്പോൾ വീൻ ബ്രിഡ്ജ് ആദ്യമേ വരയ്ക്കാൻ പഠിക്കുക. റെസിസ്റ്റൻസ് കപ്പാസിറ്റർ സീരീസ് ആയിട്ടും പാരലായിട്ടും ഒരു ബ്രാഞ്ചിൽ കൊടുക്കുന്നു, 2 റെസിസ്റ്റൻസ് മറ്റ് 2 ബ്രാഞ്ചുകളിൽ കൊടുത്ത് ഒരു ഇതുണ്ടാക്കി കഴിയും, ഡയമണ്ട് ഷേപ്പിലുള്ള വീൻ ബ്രിഡ്ജ് ഉണ്ടാക്കുക. അതിനാണ് വീൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2π RC ആണ്. അതേസമയം RC ഫേസ് ഷിഫ്റ്റിലാണെങ്കിൽ ഒരു √x കൂടെ ഉണ്ട്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഇതും ഒരു ഓസിലേറ്റർ തന്നെയാണ്. പക്ഷെ ഇത് ജനറേറ്റ് ചെയ്യുന്നത് സൈൻ വേവ് അല്ല, പിന്നെയോ സ്ക്വയർ വേവുകളാണ്, സ്ക്വയർ വേവ് ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നോക്കി, ഇതിന്റെ സ്ട്രക്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ സ്ട്രക്ചറാണ്. ഓക്കെ. അതിലൊരു കാര്യമുണ്ട്, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, പോസിറ്റീവിലേക്ക് എവിടുന്ന് വോൾട്ടേജ് കൊടുക്കും? നമ്മൾ പ്രത്യേകിച്ച് വോൾട്ടേജ് ഒന്നും അഡീഷണൽ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല, അത് ഔട്ട്പുട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കും. ഔട്ട്പുട്ടിൽ നിന്ന് എങ്ങനെ എടുത്ത് വെക്കും? ഒരു റെസിസ്റ്ററിന്റെ ഡിവൈഡ് ചെയ്ത്, വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ പോസിറ്റീവിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം അഡീഷണൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിങ്ങിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് വരെ കപ്പാസിറ്ററാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്ന വഴിയാണ് ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് സൈക്കിളും പോസിറ്റീവ് പൾസും നെഗറ്റീവ് പൾസും വരുന്നത്. അപ്പോൾ 1-2 തവണ നിങ്ങളത് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ക്ലാരിറ്റി കിട്ടും. എന്താണ്? നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അതിൽ പോസിറ്റീവിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻപുട്ട് അല്ല കൊടുക്കുന്നത്, ഔട്ട്പുട്ടിൽ നിന്ന് റെസിസ്റ്റർ വഴിയാണ് നമുക്ക് വോൾട്ടേജ് കൊടുക്കുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇൻപുട്ട് റെസിസ്റ്റൻസിന് പകരം കപ്പാസിറ്ററാണ് ഉപയോഗിക്കുക. മോണോസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അതേ സർക്യൂട്ടാണ്. എന്താണ് അഡീഷണൽ വന്നിരിക്കുന്നത്? ഒന്ന്, ഒരു ഡയോഡ് വന്നിട്ടുണ്ട്. ഓക്കെ. ഒരു ഡയോഡ് താഴേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2, എന്താണ്? ഒരു സ്പൈക്ക് ജനറേറ്റർ, നെഗറ്റീവ് സ്പൈക്ക് ജനറേറ്റ് ചെയ്യുന്ന, ട്രിഗർ ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വേറെ സ്ഥലത്ത് മാറ്റി വരച്ചാലും മതി. ഓക്കെ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതൊരു സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ, കപ്പാസിറ്റർ റെസിസ്റ്ററിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ ആക്ട് ചെയ്യും? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പൈക്ക് ഉണ്ടാകും. ഒരു ഡയോഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സ്പൈക്ക് മാത്രമാകും. ഓക്കെ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പം പോസിറ്റീവ്, അപ്പൊ അതിൻ്റെ അകത്തെ ഔട്ട്പുട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. മോണോസ്റ്റേബിളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ്? സ്ക്വയർ വേവ് തന്നെയാണ്. ഒരു ട്രയാങ്കുലർ വേവ് ജനറേറ്റ് ചെയ്യാൻ പരീക്ഷയ്ക്ക് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആദ്യമേ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യണം. ഈ സ്ക്വയർ വേവ് എന്ത് വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ അസ്റ്റേബിൾ വെച്ച് ജനറേറ്റ് ചെയ്യും. ഈ അസ്റ്റേബിളിനെ എന്ത് ചെയ്താൽ മതി? അസ്റ്റേബിളിന്റെ ഔട്ട്പുട്ട് കൊണ്ടുപോയി ഇന്റഗ്രേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ വേവിനെ ട്രയാങ്കുലർ ആക്കുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രേറ്റർ ഉപയോഗിച്ച്. അപ്പൊ നമുക്കൊരു ട്രയാങ്കുലർ വേവ് കിട്ടും. ഓക്കെ. ഈ കമ്പറേറ്റർ കാര്യങ്ങൾ നമ്മൾ സർക്യൂട്ട് ഓൾറെഡി പറഞ്ഞതല്ലേ. എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ, ഇപ്പം പോസിറ്റീവ് ഇൻപുട്ടിൽ പോസിറ്റീവ് വോൾട്ടേജ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ടിൽ പ്ലസ് വി സാറ്റ് ആയിരിക്കും, നെഗറ്റീവിലാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് വി സാറ്റ് ആയിരിക്കും. ഇനി സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു സൈൻ വേവ്, അത് എവിടെയൊക്കെ ക്രോസ് ചെയ്യുന്നു അവിടെയൊക്കെ അത് ചേഞ്ച് ചെയ്യും, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റ് ചേഞ്ച് ചെയ്യും. ബേസിക്കലി അത് എന്തിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയാം? കമ്പറേറ്ററിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. അതായത് പോസിറ്റീവ് സൈക്കിൾ വന്നു കഴിയുമ്പോൾ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റ് ആയിരിക്കും. ഓക്കെ. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ പ്ലസ് വി സാറ്റ് ആയിരിക്കും. ഓക്കെ. ഇനി നിങ്ങൾ ഷ്മിറ്റ് ട്രിഗർ ഒന്ന് നോക്കുക. ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്
നമ്മൾ ശരിക്കും അസ്റ്റേബിൾ പഠിക്കുന്നതിന് മുമ്പ് ഷ്മിറ്റ് ട്രിഗർ ആയിരുന്നു പഠിക്കേണ്ടത്. ഷ്മിറ്റ് ട്രിഗറിൽ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എവിടെയാണ്? നെഗറ്റീവിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ അസ്റ്റേബിളിലുള്ള പോലെ താഴത്തെ ഒരു ഫീഡ്ബാക്ക് ഇതുകൊണ്ട് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് വഴി ഫീഡ്ബാക്ക് പോസിറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ, അസ്റ്റേബിളിലെ കപ്പാസിറ്ററിന് പകരം ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നു. അസ്റ്റേബിൾ ആണെങ്കിൽ ഫീഡ്ബാക്ക് റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററുമാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു സൈൻ വേവ് കൊടുക്കുന്നു, ഔട്ട്പുട്ടിൽ സ്ക്വയർ കിട്ടുന്നു. അവിടെ അസ്റ്റേബിളിൽ എങ്ങനെയാണ് സ്ക്വയർ ജനറേറ്റ് ചെയ്യുന്നത്? അവിടെ ഒരു കപ്പാസിറ്റർ വെച്ചിരിക്കുന്നു സോഴ്സിന് പകരം. ഓക്കെ, ഇനി ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ. ലോ പാസ് ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അതൊരു ഇന്റഗ്രേറ്റർ സർക്യൂട്ടാണ്. ഇന്റഗ്രേറ്റർ സർക്യൂട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഒരു റെസിസ്റ്ററും കപ്പാസിറ്റർ ഔട്ട്പുട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്ററും കപ്പാസിറ്റർ മാത്രം കണക്ട് ചെയ്യുക. അതിൽ കപ്പാസിറ്റർ ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇന്റഗ്രേറ്റർ ആണ്, അല്ലെങ്കിൽ ലോ പാസ് ഫിൽട്ടർ ആണ്. ആ സർക്യൂട്ട് കൊണ്ടുപോയി നമ്മുടെ ഓപ്പാമ്പിന്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ഓപ്പാമ്പ് ഒന്നും നോക്കണ്ട, ആദ്യം ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും കണക്ട് ചെയ്തേക്കുന്നത് കണ്ടോ? അപ്പോൾ ഔട്ട്പുട്ടിൽ കപ്പാസിറ്റർ ആണ് വന്നിരിക്കുന്നത്, ശരിയല്ലേ? അതാണ് ലോ പാസ് ഫിൽട്ടറിന്റെ സ്ട്രക്ചർ. അപ്പോൾ ആക്റ്റീവ് ലോ പാസ് ഫിൽട്ടർ നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് ഓപ്പാമ്പിലേക്ക് കണക്ട് ചെയ്യണം. അതെടുത്ത് ഓപ്പാമ്പിന്റെ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ലോ പാസ് ഫിൽട്ടറായി. ഇനി നേരെ ഹൈ പാസ് ഫിൽട്ടർ ആണെന്നുണ്ടെങ്കിലോ ഔട്ട്പുട്ടിൽ കപ്പാസിറ്ററും റെസിസ്റ്റൻസ്. അപ്പം അത് പഠിച്ചു വെക്കുക. നമ്മൾ ഹൈ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൽ റെസിസ്റ്റൻസ് വലിയത് ഏതാണ്? കപ്പാസിറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റെസിസ്റ്റർ. അങ്ങനെയാണ് ഓർത്തിരിക്കാൻ വേണ്ടി അന്ന് പറഞ്ഞിരുന്നത്. ഇനി 555 ടൈമർ ഈസിയാണ്, അത് നെക്സ്റ്റ് ലെക്ചറിൽ അത് എടുക്കുന്നതാണ്.